പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. തിരുവോണനാളിൽ മുഴുവൻ UDF എംപിമാരുടെയും നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരവും സംഘടിപ്പിക്കും. മംഗലാപുരം മേഖലയെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം പിൻവലിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേരളത്തിന്റെ ആശങ്ക അറിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ടേക്കും. പാലക്കാട് ഡിവിഷന്റെ വികസനത്തിനായി പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. PS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. രഞ്ജിത്ത്, എന്തായാലും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തോട് നേരത്തെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. കേരളത്തെ പരിഗണിക്കുന്നില്ല റെയിൽവേയുടെ കാര്യത്തിൽ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഇപ്പോൾ ഈ വിഭജനവും കൂടി വരുന്നത്. അശ്വതി, തീർച്ചയായും കേരളത്തിനും പാലക്കാടിനും മലബാറിനും കനത്ത നഷ്ടമുണ്ടാക്കുന്നതാണ് മംഗലാപുരം ഭാഗത്തെ പാലക്കാട് ഡിവിഷനെ വിഭജിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ഡിവിഷന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമെന്ന് പറയുന്നത് മംഗലാപുരമാണ്. കേരളത്തിലെ പല ട്രെയിനുകളും പുറപ്പെടുന്നത് മംഗലാപുരത്തു നിന്നാണ്. അതുകൊണ്ട് സാധാരണ ഒരു എമർജൻസി കോട്ടയിൽ ടിക്കറ്റ് കിട്ടാൻ പോലും ഇനിയിപ്പോൾ സൗത്ത് വെസ്റ്റ് റെയിൽവേയുമായി നമ്മൾ ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടാവും. മാത്രവുമല്ല, പാലക്കാട് ഡിവിഷന് കിട്ടുന്ന പദ്ധതി വിഹിതത്തിന്റെ ബജറ്റ് വിഹിതത്തിന്റെ അളവും കുറയാൻ ഇത് കാരണമാകും എന്നുള്ളതാണ്. ഇതിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വലിയ പ്രക്ഷോഭമാണ് ഇന്നിപ്പോൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവോണം നാളിൽ MPമാർ DRM ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് UDF പോകുന്നു, കോൺഗ്രസ് പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവർക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക അറിയിക്കാൻ അവർ അശ്വിനി വൈഷ്ണവിനെ കാണും. പ്രധാനമായിട്ടും ഒരുപക്ഷെ അവർ ആവശ്യപ്പെടാൻ പോകുന്നത് പാലക്കാട് ഡിവിഷന് സ്വമേധയാ അല്ലെങ്കിൽ അവർക്ക് സെൽഫ് സഫീഷ്യന്റ് ആയി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി കൊണ്ടുവരണമെന്നും മലബാറിന്റെ വികസനത്തിന് വേണ്ടി, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കൂടുതൽ ട്രെയിനുകളും പാലക്കാട് ഡിവിഷന് വേണ്ടി കൂടുതൽ പദ്ധതി വിഹിതവും അനുവദിക്കണം എന്നൊരാവശ്യമായിരിക്കും രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ഏതായാലും BJPയും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്.